മധ്യ തുർക്കിയിലെ അനറ്റോളിയൻ പീഠഭൂമിയിലൂടെ നടക്കുമ്പോൾ വല്ലാത്തൊരു മാന്ത്രിക ലോകത്ത് എത്തിയതുപോലെ തോന്നും. ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന മാലാഖമാരുടെ പുകക്കുഴലുകളെന്ന് ആളുകൾ വിളിക്കുന്ന വിചിത്രമായ ആകൃതിയിലുള്ള അഗ്നിപർവ്വത പാറക്കൂട്ടങ്ങൾ. കാറ്റും മഴയും കാലവും ചേർന്ന് കൊത്തിയെടുത്ത ഈ പ്രകൃതി വിസ്മയങ്ങൾക്ക് താഴെ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് നീളുന്ന മറ്റൊരു വിസ്മയ ലോകമുണ്ട്. അവിടെയാണ് കപ്പഡോഷ്യയിലെ പ്രസിദ്ധമായ ഭൂഗർഭ പള്ളികളും നഗരങ്ങളും സ്ഥിതി ചെയ്യുന്നത്. 4-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ തങ്ങളുടെ വിശ്വാസവും ജീവനും സംരക്ഷിക്കുവാൻ ആദ്യകാല ക്രിസ്ത്യാനികളും ബൈസന്റൈൻ സന്യാസിമാരും മണ്ണിൽ കൊത്തിയെടുത്ത രഹസ്യ താവളങ്ങളുടെ കഥയാണിത്. റോമൻ സാമ്രാജ്യത്വത്തിന്റെ പീഡനങ്ങളിൽ നിന്നും പിന്നീട് വന്ന വിദേശ അധിനിവേശക്കാരിൽ നിന്നും രക്ഷ തേടിയാണ് ആദ്യകാല ക്രിസ്ത്യൻ സമൂഹങ്ങൾ കപ്പഡോഷ്യയിലെ ഈ വിജനമായ താഴ്വരകളിൽ അഭയം പ്രാപിച്ചത്. ഇവിടെയുള്ളത് സാധാരണ പാറകളല്ല, മറിച്ച് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നുണ്ടായ മൃദുവായ തുഫ പാറകളാണ്. ഇവ കോടാലി ഉപയോഗിച്ച് എളുപ്പത്തിൽ കൊത്തിയെടുക്കുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ വായുവുമായി സമ്പർക്കത്തിൽ വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പാറകൾ കരിങ്കല്ലുപോലെ കഠിനമാവുകയും ചെയ്യും. ഈ അത്ഭുത പ്രതിഭാസമാണ് തുരങ്കങ്ങളും പള്ളികളും നിർമ്മിക്കുവാൻ അവർക്ക് തുണയായത്. പ്രസിദ്ധനായ സന്യാസി വര്യൻ ബേസിൽ ദി ഗ്രേറ്റിന്റെ നേതൃത്വത്തിൽ 4-ാം നൂറ്റാണ്ടോടെ ഇവിടെ സന്യാസ സമൂഹങ്ങൾ രൂപപ്പെട്ടു. അവർ മലഞ്ചെരുവുകളിൽ മുറികളും വലിയ പള്ളികളും കൊത്തിയുണ്ടാക്കാൻ തുടങ്ങി. പുറത്തുനിന്ന് നോക്കിയാൽ സാധാരണ മലനിരകൾ മാത്രമായി തോന്നുന്ന ഈ പാറകൾക്കുള്ളിൽ വലിയൊരു സന്യാസ സമൂഹം തന്നെ ജീവിച്ചിരുന്നു. കപ്പഡോഷ്യയിൽ ഇന്ന് കാണുന്ന 3000-ത്തിലധികം ഗുഹാപള്ളികളിൽ ഏറ്റവും സവിശേഷമായവ സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ഗോറമേ താഴ്വരയിലാണ്. ഇവിടുത്തെ പള്ളികളിലെ ചുവർ ചിത്രങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും വിസ്മയത്തോടെ തിളക്കത്തോടെ നിലനിൽക്കുന്നു. ഗോറമേയിലെ ഏറ്റവും പ്രശസ്തമായ പള്ളിയാണ് ഡാർക്ക് ചർച്ച്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ പള്ളിക്കുള്ളിലേക്ക് പ്രകൃതിദത്തമായ വെളിച്ചം കടക്കുവാൻ ഒരൊറ്റ ചെറിയ ജനാല മാത്രമാണുള്ളത്. വെളിച്ചത്തിന്റെ ഈ കുറവാണ് ഇവിടുത്തെ ചുവർ ചിത്രങ്ങളെ നൂറ്റാണ്ടുകളോളം കേടുകൂടാതെ സംരക്ഷിച്ചത്. പള്ളിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ വെളിച്ചത്തിൽ തെളിയുന്ന ബൈബിൾ രംഗങ്ങൾ, അന്ത്യത്താഴവും യേശുവിന്റെ ജനനവുമെല്ലാം ഇന്നലെ വരച്ചതുപോലെ സന്ദർശകരെ അത്ഭുതപ്പെടുത്തും. ഇവിടുത്തെ മറ്റൊരു മനോഹരമായ പള്ളിയാണ് ആപ്പിൾ ചർച്ച്. ഇതിന്റെ മധ്യഭാഗത്തുള്ള താഴികക്കുടവും അതിൽ വരച്ചിരിക്കുന്ന മനോഹരമായ ചിത്രങ്ങളും ബൈസന്റൈൻ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ബക്കൽ ചർച്ചാണ് ഗോറമേയിലെ ഏറ്റവും വലിയ ഗുഹാപള്ളി. പ്രകൃതിദത്തമായ നീല നിറം ഉപയോഗിച്ചു വരച്ച ഇതിലെ വലിയ ചുവർ ചിത്രങ്ങൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെ ഒരു കഥ പോലെ വിവരിക്കുന്നു. ഗോറമേയിലെ തിരക്കുകളിൽ നിന്ന് മാറി റെഡ് വാലിയിലെ ജനവാസമില്ലാത്ത താഴ്വരകളിലേക്ക് പോയാൽ മറ്റൊരു വാസ്തുവിദ്യാ വിസ്മയം കാണാം. കൊലോൻലു കിലിസെ അഥവാ കോളം ചർച്ച്. 1989 മാത്രമാണ് ഈ പള്ളിയുള്ളതായി പുറം ലോകം അറിയുന്നത്. മലഞ്ചെരുവിലെ ഇടുങ്ങിയ കുത്തനെയുള്ള ഒരു കൽപ്പടവുകൾ കയറി മുകളിലെത്തുമ്പോൾ ഒരു വലിയ കത്തീഡ്രൽ പള്ളിയുടെ ഉള്ളിൽ നിൽക്കുന്ന അനുഭൂതിയാണ് ഇത് സമ്മാനിക്കുക. വെളുത്ത പാറകളിൽ കൊത്തിയെടുത്ത കൂറ്റൻ തൂണുകളും വില്ലിന്റെ ആകൃതിയിലുള്ള മേൽക്കൂരയും ഒരു ഭീമാകാരമായ ജീവിയുടെ വാരിയെല്ലുകൾക്കുള്ളിൽ നിൽക്കുന്നത് പോലെ തോന്നിപ്പിക്കും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യാതൊരു ആധുനിക സാങ്കേതിക വിദ്യയുമില്ലാത്ത പ്രകൃതിദത്തമായ ഒരു പാറയെ എങ്ങനെ ഇത്ര മനോഹരമായ പള്ളിയാക്കി മാറ്റിയെന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്.
കപ്പഡോഷ്യയിലെ പള്ളികൾ മലഞ്ചെരുവുകളിൽ മാത്രമല്ല, ഭൂമിയുടെ 100 അടി താഴെയുള്ള അദൃശ്യ നഗരങ്ങളിലുമുണ്ട്. ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ കപ്പഡോഷ്യയിലെ ജനങ്ങൾ ഭൂമിക്കടിയിലുള്ള വലിയ നഗരങ്ങളിലേക്ക് ഒളിക്കുമായിരുന്നു. അതിൽ ഏറ്റവും വലുതാണ് ഡെറിൻകുയു. ഭൂനിരപ്പിൽ നിന്നും ഏകദേശം 85 മീറ്ററിലധികം ആഴമുള്ള 18 തട്ടുകളായി നിർമ്മിക്കപ്പെട്ട ഒരു അത്ഭുത നഗരമാണിത്. ഒരേ സമയം 20,000 ആളുകൾക്ക് മാസങ്ങളോളം പുറംലോകം കാണാതെ ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. മൃഗങ്ങളുടെ മണവും വാതകങ്ങളും മുകളിലേക്ക് പോകാതിരിക്കുവാൻ ഭൂമിയോട് ചേർന്ന ആദ്യ തട്ടുകളിൽ കുതിരകൾക്കും കന്നുകാലികൾക്കുമായി ഇവിടെ താവളങ്ങളും ഒരുക്കിയിരുന്നു. ധാന്യങ്ങൾ സൂക്ഷിക്കുവാനുള്ള വലിയ അറകളും വീഞ്ഞു നിർമ്മിക്കുവാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. 2ാം തട്ടിൽ ബൈസന്റൈൻ കാലഘട്ടത്തിലെ ഒരു സ്കൂളും അതിനോട് ചേർന്ന് പ്രാർത്ഥനാ മുറികളും കുരിശാകൃതിയിലുള്ള ചെറിയ പള്ളികളും ഉണ്ടായിരുന്നു. ഈ ഭൂഗർഭ പള്ളികളിൽ ചിത്രപ്പണികൾ കുറവായിരുന്നെങ്കിലും പ്രാർത്ഥനയ്ക്കായി ചുമരുകളിൽ ചെറിയ അൾത്താരകളും കുരിശുകളും കൊത്തിവെച്ചിരുന്നു. ഈ ഭൂഗർഭ തുരങ്കങ്ങൾ വളരെ ഇടുങ്ങിയതും ഉയരം കുറഞ്ഞതുമായിരുന്നു. ശത്രുക്കൾ അകത്ത് കടന്നാൽ അവർക്ക് നിവർന്നു നിൽക്കാനോ വേഗത്തിൽ ഓടാനോ കഴിയില്ല. അപകടമുണ്ടായാൽ അകത്തുനിന്ന് മാത്രം ഉരുട്ടിവെക്കാവുന്ന 1/2 ടൺ ഭാരമുള്ള വലിയ വട്ടപ്പാറകൾ ഉപയോഗിച്ച് ഓരോ തട്ടിലെയും വാതിലുകൾ അടയ്ക്കുമായിരുന്നു. ഈ പാറകളുടെ നടുവിലുള്ള ചെറിയ സുഷിരത്തിലൂടെ ശത്രുക്കളെ കുന്തം കൊണ്ട് കുത്തി വീഴ്ത്തുവാനും സാധിക്കുമായിരുന്നു. ഇത്രയും ആഴത്തിൽ വെളിച്ചവും വായുവും എത്തിക്കുവാൻ 50ലധികം വായു സഞ്ചാര കുഴലുകളും 55 മീറ്റർ ആഴമുള്ള കിണറുകളും ഇവർ മണ്ണിൽ തുരന്നുണ്ടാക്കി. വായു സഞ്ചാര സംവിധാനവും ഇന്നും കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നത് ഈ പുരാതന മനുഷ്യരുടെ എഞ്ചിനീയറിംഗ് മികവിനെ എടുത്തു കാണിക്കുന്നതാണ്. 11ാം നൂറ്റാണ്ടിൽ സെൽജുക് തുർക്കികളുടെ വരവോടെ ഈ സന്യാസ സമൂഹങ്ങളുടെ സുവർണകാലം അവസാനിക്കുവാൻ തുടങ്ങി. എങ്കിലും ഈ ഗുഹകളിലും തുരങ്കങ്ങളിലും ജനങ്ങൾ ജീവിച്ചു പോന്നു. ഒടുവിൽ 1923 ഗ്രീക്കോ തുർക്കിഷ് ജനസംഖ്യ കൈമാറ്റത്തോടെ ഇവിടുത്തെ അവശേഷിച്ച ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്ക് ഗ്രീസിലേക്ക് പലായനം ചെയ്യുകയും ഈ നഗരങ്ങളും പള്ളികളും പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് പതിറ്റാണ്ടുകളോളം ഈ വലിയ നഗരം ചരിത്രത്തിന്റെ വിസ്മൃതിയിലാണ്ടുപോയി. എന്നാൽ 1963 ഒരു തുർക്കി സ്വദേശി തന്റെ വീട് പുതുക്കി പണിയുന്നതിനിടയിൽ വളർത്തുകോഴികൾ ചുമരിലെ ഒരു ചെറിയ വിള്ളലിലൂടെ അപ്രത്യക്ഷമാകുന്നത് ശ്രദ്ധിച്ചു. ആ വിള്ളൽ മാറ്റിയപ്പോഴാണ് നൂറ്റാണ്ടുകളായി മൂടിക്കിടന്ന ഡെറിൻകുയു ഭൂഗർഭ നഗരത്തിന്റെ വാതിലുകൾ വീണ്ടും തുറക്കപ്പെട്ടത്. ഇന്ന് കപ്പഡോഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പല സഞ്ചാരികളും വരുന്നത് ഇവിടുത്തെ കേവ് ഹോട്ടലുകളിൽ താമസിക്കാനാണ്. പുരാതന കാലത്തെ ഗുഹകൾ ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള ലക്ഷറി മുറികളാക്കി മാറ്റിയിരിക്കുന്നു. കട്ടിയുള്ള പൊതുപ്പുകൾക്കുള്ളിൽ കിടക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇതേ ഗുഹയിൽ പ്രാർത്ഥനയോടെ കഴിഞ്ഞ സന്യാസിമാരുടെ ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നുവരും. എങ്കിലും ഇടുങ്ങിയ തുരങ്കങ്ങളിലൂടെ ഇരുകാലിലും ചിലപ്പോൾ കൈകൾ നിലത്തുകുത്തിയും ഭൂഗർഭ നഗരങ്ങളിലേക്ക് ഇറങ്ങുന്നത് എല്ലാവർക്കും എളുപ്പമല്ല. അല്പം ശ്വാസമുട്ടലും ഭയവും തോന്നാമെങ്കിലും ആ ആഴങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ കാലത്തിന് അതീതമായ ഏതോ ലോകത്തെത്തിയതുപോലെ തോന്നും. കപ്പഡോഷ്യയിലെ ഈ ഭൂഗർഭ പള്ളികളും നഗരങ്ങളും കേവലം കല്ലിൽ കൊത്തിയ കെട്ടിടങ്ങളല്ല. അവ മനുഷ്യന്റെ അതിജീവനത്തിന്റെ അചഞ്ചലമായ വിശ്വാസത്തിന്റെ പ്രതീകങ്ങളാണ്. എത്ര വലിയ പ്രതിസന്ധിയിലും തങ്ങളുടെ സംസ്കാരവും പ്രാർത്ഥനയും കൈവിടാതിരിക്കുവാൻ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയ ഒരു ജനതയുടെ നിശബ്ദ സാക്ഷ്യങ്ങളായി ഈ ഗുഹകൾ ഇന്നും ഇവിടെ നിലകൊള്ളുന്നു. ആധുനിക ലോകത്തിന്റെ കോലാഹലങ്ങളിൽ നിന്നും ഗാഡ്ജറ്റുകളുടെ സമ്മർദ്ദങ്ങളിൽ നിന്നും മാറി ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് യാത്ര പോകുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സഞ്ചാരിക്കും കപ്പഡോഷ്യ ഒരു അത്ഭുത അനുഭവം തന്നെയാണ്.